മൂന്നാറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു ടാക്സി വിഷയം. ഊബർ ടാക്സി വിളിച്ച ഒരു വനിതയെന്ന് പറയാൻ പറ്റില്ല, അത്ര പ്രായമുള്ളൊരു സ്ത്രീ അല്ല, ഒരു യുവത്വമാണ്. അപ്പോൾ അവർ ഊബർ ആട്ടോ വിളിച്ചതിനെതിരെ അവിടുത്തെ സംഘടനകൾ ബഹളം ഉണ്ടാക്കി, വലിയ സംഘർഷം നടന്നു, തെറി വിളിച്ചു, വണ്ടി അടിച്ചു, വേണ്ട ബഹളമായി. അവസാനം അത് ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. 3 പേരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ ട്രാൻസ്പോർട്ട് പുതിയ ട്രാൻസ്പോർട്ട് നിയമം അനുസരിച്ച് ഊബർ ആട്ടോ ആയാലും ഓല ആയാലും റാപ്പിഡ് ആയാലും കേരള സവാരി ആയാലും ഇങ്ങനെ ഓടുന്ന സംവിധാനങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യണം. പുതിയ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണം. അതിൽ ഊബറും ഓലയും രജിസ്റ്റർ ചെയ്തിട്ടില്ല, പക്ഷെ അവർ രജിസ്റ്റർ ചെയ്യുമായിരിക്കും. റാപ്പിഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്താലേ ഓടാൻ പറ്റുള്ളൂ. രജിസ്റ്റർ ചെയ്താൽ അവർ ഓടണ്ട എന്നൊരു ലൈനാണ് മന്ത്രി എടുക്കുന്നത്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് അവർ ഓടണം. പിന്നെ ഒരു വലിയ വിഷയമുള്ളത്, ഇപ്പോൾ വർക്കല, തിരുവനന്തപുരം വിമാനത്താവളം, അതുപോലെ തന്നെ പേട്ട റെയിൽവേ സ്റ്റേഷൻ, പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ, അതുപോലെ തന്നെ മൂന്നാർ, ഇങ്ങനെ തുടങ്ങിയുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ CITU, INTUC, BMS എല്ലാ സംഘടനകളും കൂടി ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതാണ്, പക്ഷേ ഇപ്പോൾ മന്ത്രിയുടെ റെസ്പോൺസൊക്കെ വന്നുകൊണ്ടാണ് പുതിയ വീഡിയോ ചെയ്യുന്നത്. ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ പ്രമൈസിസിന് അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് 100 മീറ്റർ അകലെ മാത്രമേ ഓൺലൈൻ വാഹനങ്ങൾ നിർത്താൻ പാടുള്ളൂ. അപ്പോൾ ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഓൺലൈൻ വാഹനം വിളിച്ചു കഴിഞ്ഞാൽ, ഊബർ ഓട്ടോ വിളിച്ചാൽ, ഓല വിളിച്ചാൽ, കേരള സവാരി വിളിച്ചാൽ 100 മീറ്റർ നടന്നു പോയി മാത്രമേ അവർക്ക് വണ്ടി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 100 മീറ്റർ നടന്നു പോകുമ്പോഴോ അവിടെ ചിലപ്പോൾ ആരെങ്കിലും നിന്നിട്ട് വണ്ടിയെ തല്ലുക, പിടിക്കുകയൊക്കെ വേണ്ട. കഴിഞ്ഞൊരു ദിവസം ഒരു കേരളത്തിലെ ഒരു ആർടിഒയുടെ കാറ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് വേണ്ടി ഓടാൻ കൊടുത്തപ്പോൾ, തേക്കടി പോകാൻ കൊടുത്തപ്പോൾ അതിനെ വഴി വെച്ച് തടഞ്ഞ്, അത് ടാക്സി ഓടുന്ന വണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് അതിനെ തടഞ്ഞ് തല്ലി പിടിച്ച് അയാളുടെ ലൈസൻസ് പോയി. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് ശക്തമായ ഒരു തീരുമാനമാണ്. അല്ലാതെ സസ്പെൻഡ് ചെയ്ത് നിർത്തുകയൊന്നുമില്ല ലൈസൻസ്. ആരാണോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ഗൂണ്ടായുസം നടത്തുന്ന അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളോട് രജിസ്റ്റർ ചെയ്ത് ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് ആക്ട് അനുസരിച്ച്, രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന, അതായത് ഇതിന് വേണ്ടി സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കണമെന്ന് പറഞ്ഞത്, ഈ ഓലയും ഊബറും ഒക്കെ ഓടണമെങ്കിൽ, റാപ്പിഡോ ഓടണമെങ്കിൽ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ, അത് പെട്ടെന്ന് കിട്ടുന്നതാണ്, ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്, ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൊടുക്കുന്നതാണെന്ന് പറയുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഓടാൻ പറ്റില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അതിപ്പോൾ ഊബർകാരൊന്ന് കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവർ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായി അവർക്ക് ഓടാം. അങ്ങനെ ഓടുന്ന വണ്ടികളെ തടസ്സപ്പെടുത്തിയാൽ കൃത്യമായ നടപടി, ലൈസൻസ് റദ്ദ് ചെയ്യും. ഏതെങ്കിലും ഡ്രൈവർമാർ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈസൻസ് റദ്ദായി പോകും എന്ന് പറഞ്ഞ് വളരെ കൃത്യമായ ഒരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ പറയുന്നത്, എനിക്ക് 2 കൂട്ടരോടും താല്പര്യമുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഊബറും ഓലയും അതുപോലത്തെ കാര്യങ്ങൾ വരുന്നതിന് നമുക്ക് എതിർക്കാൻ കഴിയില്ല. കാര്യം ആഗോളാടിസ്ഥാനത്തിൽ ലോകം മുഴുവൻ മാറിക്കൊണ്ടുവരുന്ന പുതിയ സാങ്കേതിക വിദ്യകളും രീതികളുമൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കേരള സവാരിയൊക്കെ ഇവിടെ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് പുതിയ സംവിധാനങ്ങളെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഭരണഘടനാപരമായിട്ട് ഈ രാജ്യത്തുള്ള ഇപ്പോൾ ഊബർ ആട്ടോ വരും, സൊമാറ്റോ, സ്വിഗ്ഗി, ഇതൊക്കെ വിദേശത്തിരിക്കുന്ന കമ്പനികളാണ്. അവരവിടെ ഇരുന്നുകൊണ്ടാണ്, ഇവിടെ ഓഫീസ് പോലും ഇല്ലാതെ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു ചെറിയ സംവിധാനത്തിൽ ഇരുന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ അവർ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. KFC, ചിക്കൻ, ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വരേണ്ടത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ വരുമ്പോൾ പക്ഷേ പ്രാദേശിക തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടാനും പാടില്ല. അപ്പോൾ ഇതിലകത്തൊരു ധാരണ കൊണ്ടുവരികയും കേരള സവാരി പോലുള്ള കാര്യങ്ങളിൽ നമ്മുടെ എല്ലാ വണ്ടികളും രജിസ്റ്റർ ചെയ്യുകയും നാട്ടിലുള്ള എല്ലാ വണ്ടികൾക്കും ഇങ്ങനെ പോകാനും ഓടാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കണം. അങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പം, യാത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. ഇപ്പം ഞാൻ താമസിക്കുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള ജംഗ്ഷനിലുള്ള ആട്ടോ ആവട്ടെ, കാറാവട്ടെ, അവരും ഇതുപോലെ കേരള സവാരിയിലോ അല്ലെങ്കിൽ ഈ കമ്പനികൾ രജിസ്റ്റർ ചെയ്യാനൊരു അവസരം കേരള സർക്കാർ ഉണ്ടാക്കി കൊടുക്കണം. അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പിന്നെ ഒരു പ്രശ്നമുള്ളത്, നമ്മളിതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ജനങ്ങളെ സംബന്ധിച്ച് ഗുണമാണ്, ഡ്രൈവർമാരെ സംബന്ധിച്ച് ചെറിയൊരു പ്രശ്നമുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചുള്ള ഗുണം എന്താണ്? കിലോമീറ്റർ അറിയാൻ പറ്റും, എത്ര മിനിറ്റിന് മുമ്പ് വരുമെന്ന് അറിയാൻ പറ്റും, വിടുന്ന സ്ഥലം അറിയാൻ പറ്റും, പിന്നെ ഡ്രൈവറുടെ പേരറിയാൻ പറ്റും, എല്ലാ കാര്യവും അറിയാൻ പറ്റുമെന്ന് മാത്രമല്ല എമൗണ്ട് അതിൽ ആദ്യമേ അടിച്ചു വരും. അപ്പോൾ 130 ആണെങ്കിൽ 131 രൂപ എന്ന് അടിച്ചു വരും നമ്മൾ ആട്ടോ പിടിച്ചാൽ. അതേസമയം മറ്റാണെങ്കിൽ അവർക്ക് 500 രൂപ, 1000 രൂപ അല്ലെങ്കിൽ 200 രൂപ, 300 രൂപ എന്ന് ഇഷ്ടമുള്ള പൈസ മേടിക്കാം. ആ ഇഷ്ടമുള്ള പൈസ മേടിക്കൽ പരിപാടി ഇതിനകത്ത് നടക്കത്തില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ യാഥാർത്ഥ്യം CITUവും INTUCയും BMSും AITCയും എല്ലാ സംഘടനകളും തിരിച്ചറിഞ്ഞേ കഴിയൂ. കാരണം പുതിയ മേഖലകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണ സംവിധാനങ്ങൾ വരുന്നു, ഭീമൻ കമ്പനികൾ വരുന്നു. ഇതൊന്നും വരുത്താതിരിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല, വരും.
അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പ്രായോഗികമായി ചിന്തിക്കുകയും നിങ്ങളുടെ എല്ലാ വാഹനങ്ങളും അതിന് വേണമെങ്കിൽ ഗണേഷ് കുമാർ എനിക്കിപ്പോൾ കേരള സവാരിയിലെല്ലാം രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, അല്ലെങ്കിൽ ടാക്സി ഓടുന്ന വാഹനങ്ങളൊക്കെ എല്ലാ വാഹനങ്ങളും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുവാനും ഇനി ആരുടെയെങ്കിലും വീട്ടുകാരുടെ വണ്ടി പിന്നെ ഇതിന് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇതുപോലത്തെ പിന്നെ കമ്പനികൾക്കോ ആർക്കോ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വീട്ടുകാർക്കും ഈ മൊബൈൽ ആപ്പിൽ കയറി എൻ്റെ വണ്ടി നമ്പരും എല്ലാം അവിടെ ഇപ്പോൾ എൻ്റെ വണ്ടി കൊടുക്കുകയാണ്, ഞാൻ ഓട്ടത്തിന് കൊടുക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും സുഹൃത്തുക്കൾക്ക് ഓടാൻ കൊടുക്കുന്നതല്ല, അല്ലാതെ ഞാൻ സ്ഥിരമായെങ്കിലും കമ്പനിക്ക് ഓടാൻ കൊടുക്കുകയാണെങ്കിൽ എനിക്കും കയറി രജിസ്റ്റർ ചെയ്ത് ഞാൻ എൻ്റെ വണ്ടി ഇതാ കൊടുത്തിരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഇതിൽ മാറ്റം വരും. എയർപോർട്ടിലും ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടെന്നും ആ ബോർഡിൻ്റെ ഫോട്ടോ എടുത്ത് ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുണ്ടെന്നും അത് വളരെ ഗൗരവതരമായ ഒരു സാമൂഹ്യ വിഷയമായി, ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ ശക്തമായി പറയുകയും അതുകൊണ്ടാണ് ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നത്. ഇപ്പോൾ മൂന്നാറിലെ 3 പേരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്തു. അങ്ങനെ ക്യാൻസൽ ചെയ്തതുകൊണ്ട് ഇനി ആരുടെ ലൈസൻസ് ആയാലും അത് ക്യാൻസൽ ചെയ്യും. ആ തേക്കടിയിലേക്ക് പോയ RTOയുടെ വണ്ടി പിടിച്ച് ശല്യം ഉണ്ടാക്കിയ അത് ആളുകളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്തു, ഡ്രൈവർമാരുടെ. അപ്പോൾ ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം അവർ പാവങ്ങളാണ്, അവർ ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഒരു ജംഗ്ഷനിൽ കൊണ്ട് അവർ ആട്ടോ ഇടുന്നത്, കാർ ഇടുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പാവങ്ങളാണ് അവർ, സാധാരണ തൊഴിലാളികളാണ്. അവർക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചന്ദനക്കുറിയൊക്കെ ഇട്ടോ അല്ലെങ്കിൽ പള്ളിയിൽ പ്രാർത്ഥിച്ചോ അമ്പലത്തിൽ പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ മക്കളോടും ഭാര്യയോടൊക്കെ പറഞ്ഞിട്ട് വരുന്നത് വൈകുന്നേരം 1000 രൂപയെങ്കിലും കൊണ്ടുവരാം എന്ന് പറഞ്ഞാണ് അവർ ഇറങ്ങുന്നത്, അല്ലാതെ അവർ ഗുണ്ടായുസം നടത്താനല്ല വരുന്നത്. പക്ഷേ അവർ ഗുണ്ടകളായി മാറുന്നത് അതും ഗണേഷ് കുമാർ കാണണം. ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആട്ടോ, ഏത് ജംഗ്ഷൻ എടുത്താലും ആട്ടോയാണ്, ഊബർ ആട്ടോ ആണ്, മിക്കവാറും എല്ലാവർക്കും വാഹനങ്ങളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ലോകത്തെ ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ള, സ്വകാര്യ വാഹനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ. അപ്പോൾ എല്ലാ വീടുകളിലും ബൈക്കും സ്കൂട്ടറും കാറും സൈക്കിളും എല്ലാം ഉണ്ട്, ഒന്നിലധികം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഒരു രാജ്യത്ത്, സംസ്ഥാനത്ത് സ്വാഭാവികമായിട്ട് ഇവർക്ക് കിട്ടുന്ന ഓട്ടോ ഒക്കെ വളരെ കുറവാണ്. ആ കുറഞ്ഞ ഓട്ടം തന്നെ ഊബറുകാർ കൊണ്ടുപോകുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടൊരു അസ്വസ്ഥത ഉണ്ടാവും. പക്ഷേ ആ അസ്വസ്ഥത ഒരു പ്രതിഷേധത്തിലേക്ക് പോവുകയും ഒരു സംഘർഷത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത് യൂണിയനുകൾക്ക് ഭൂഷണമല്ല. അത് യൂണിയനുകൾ തിരിച്ചറിയണം. എന്താണ് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന വയാ മീഡിയ എന്ന് ചോദിച്ചാൽ, നിങ്ങളും ഈ ഒരു കമ്പനിയായിട്ടായില്ലെങ്കിൽ പോലും നിങ്ങൾ ഒരു ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ കേരള ട്രാൻസ്പോർട്ട് കമ്പനി എന്നോ മറ്റോ പറഞ്ഞ് കേരള സർക്കാർ തന്നെ ഒരു സൊസൈറ്റി പോലെ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്ത്, ഒരു കമ്പനി വല്ലതും രജിസ്റ്റർ ചെയ്ത് അതിലേക്ക് ആളുകൾ രജിസ്റ്റർ ചെയ്യാൻ പറയുക. എന്നിട്ട് അവരെ വണ്ടി പിടിക്കട്ടെ. അപ്പോൾ എന്തായാലും തൊഴിൽ കിട്ടേണ്ടവർക്ക് തൊഴിൽ കിട്ടുകയും വേണം. എന്നാൽ ഊബർ പോലുള്ള, ഓല പോലുള്ള, റാപ്പിഡ് പോലുള്ള പുതിയ സംവിധാനങ്ങൾ വരുന്നതോ അല്ലെങ്കിൽ ആ സംവിധാനത്തിൽ ആളുകൾ വണ്ടി പിടിച്ചാൽ അവരെ അടിക്കാനും ഇടിക്കാനും ആ വണ്ടിയെ ഭീഷണിപ്പെടുത്താനും ഡ്രൈവറെ ഭീഷണിപ്പെടുത്താനും നടക്കുന്നത് അതും ഒരു ഡ്രൈവറാണ്. അതിലെ ഡ്രൈവറും ജോലിക്ക് തന്നെ വന്നതാണ്, മുതലാളിയുടെ വണ്ടിയല്ല. ഊബറിൻ്റെ ഓണറല്ല വന്ന് ഓടിക്കുന്നത്, ഓലയുടെ ഓണറല്ല ഓടിക്കുന്നത്, റാപ്പിഡിൻ്റെ ഓണറല്ല ഓടിക്കുന്നത്. സാധാരണ നിങ്ങളെപ്പോലെ ഉള്ള ഒരു തൊഴിലാളി തന്നെയാണ്. അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടി വരുന്നതാണ്. കുറച്ചുകൂടി സുരക്ഷിതമായ പൈസ കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കും അതിനകത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഓട്ടോ ഒരുപാട് കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കും അതിനകത്തേക്ക് പോകുന്നത്. അതുകൊണ്ടല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ ഗതാഗത പ്രശ്നമാണ്, ഒരു നിയമ പ്രശ്നമാണ്, ഒരു സാമൂഹ്യ വിഷയമാണ്, ഒരു രാഷ്ട്രീയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ യൂണിയനുകൾ ശക്തമായി, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി വേണം, യാതൊരു തർക്കവുമില്ല. പക്ഷേ അത് ബോർഡ് വെച്ച് 100 മീറ്ററിനകത്തു നിന്നുള്ള ബോർഡ് വയ്ക്കുന്നതൊക്കെ നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അത് ചെയ്യാൻ പാടില്ല. അതങ്ങ് എടുത്തു മാറ്റണം. അത് കേസൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് പോകും. രണ്ടാമത് തല്ലും പ്രതിഷേധമൊന്നുമല്ല അതിനുള്ള മാർഗം, ഒരു ഡയലോഗ്. ഇപ്പോൾ ഹോട്ടലുകളിലൊക്കെ ആണെങ്കിൽ ഞാൻ പറയുന്നത്, പല ഹോട്ടലുകളിലും ഞങ്ങൾ ചെല്ലുമ്പോൾ ഊബറും ഇത് വിളിക്കാതെ അവർ തന്നെ ഹോട്ടലുകളുമായി ടൈപ്പ് ചെയ്ത് വെച്ച് വണ്ടി വിളിച്ചു തരും. അപ്പോൾ ഒരു മാന്യമായ ഫീസൊക്കെ നമ്മൾ കൊടുക്കും. അപ്പോൾ ഹോട്ടൽ പറയുന്ന ഫീസ് കൊടുത്താൽ മതി. അങ്ങനെയൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ പല സ്ഥലത്തുണ്ട്. ഞാനൊക്കെ പോയ പല ഹോട്ടലുകളിലും അവർ തന്നെ ലോക്കൽ വണ്ടികൾ വിളിച്ചു തരും, സ്ഥിരമായി വിളിച്ചു തരുന്നതാണ്. അപ്പോൾ അതിനൊരു മിനിമം പൈസ കൊടുത്താൽ മതി. ഗ്യാരണ്ടി ഉണ്ടായിരിക്കും ഹോട്ടലുകാർക്ക് ഗ്യാരണ്ടി ഉണ്ടായിരിക്കും നമ്മൾ ഓടുന്നതിൽ, നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് പകരം ഗുണ്ടായുസവും തല്ലും ബഹളവും അക്രമവും വണ്ടി അടിച്ച് തകർക്കലും യാത്രക്കാരെ ഭീഷണിപ്പെടുത്തലും ഒന്നും പ്രായോഗികമല്ല. അത് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് പോലും നിങ്ങൾക്ക് എതിർപ്പുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ മാറി ചിന്തിക്കണം. കൃത്യമായി ഒരു ധാരണയുടെ പുറത്ത് ഈ കൊണ്ടുപോകേണ്ട ഒരു തൊഴിലിടമാണിത്. ആ നിലയിൽ ഇത് കൃത്യമായി മാറണം. പുതിയ മൊബൈൽ ആപ്പുകളും കാര്യങ്ങളൊക്കെ പ്രാദേശികമായി ജോലി ചെയ്യുന്ന ടാക്സികൾക്കും ആട്ടോകൾക്കൊക്കെ വരട്ടെ. ജനങ്ങൾക്ക് ഏറ്റവും നല്ല സർവീസ് ഏറ്റവും കുറഞ്ഞ തുകയിൽ കിട്ടട്ടെ.